എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരും ഊഹിച്ച് കാണും ഇന്ന് ഞാൻ ബീഫ് കറി ആയിട്ടാണ് വരിക എന്നുള്ള കാര്യം. അപ്പോൾ ഊഹം തെറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ദിവസങ്ങളായി നിങ്ങൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നവരാത്രി ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്രയും ലേറ്റ് ആയിട്ട് പോയത്. സോറി. ബീഫിൻ്റെ കുറച്ച് റെസിപ്പീസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് കുട്ടനാടൻ ബീഫ് റോസ്റ്റ്, പിന്നെ ബീഫ് പിക്കിള്, അതുപോലെ തന്നെ ബീഫ് മുട്ടയിൽ പൊരിച്ചത്, പിന്നെ ഒന്ന് നമ്മുടെ കപ്പ ബിരിയാണി. ഈ ബീഫ് കറി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒന്നാണ്. അതെന്താണെന്നറിയാമോ? ഈ കപ്പ ബിരിയാണിയുടെ കൂടെ ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ഈ ബീഫ് കറി കപ്പ ബിരിയാണി ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ മുട്ടയിൽ പൊരിച്ച ബീഫാണ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ ബീഫ് അച്ചാറ്. അപ്പോൾ നമ്മുടെ കറിവേളിൻ്റെ ഫാൻസ് ക്ലബിൻ്റെ അഡ്മിൻ വർഷയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വീൺ ചേച്ചി ഈ ബീഫ് കറി വളരെ നന്നായിട്ടുണ്ടാവും, തനിയെ കഴിക്കാനും നന്നായിട്ടുണ്ടാവും. അതായത് നമ്മുടെ എല്ലാവരുടെയും വികാരമായ പൊറോട്ടകളും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് വർഷയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ വർഷക്കുട്ടി ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള നാടൻ ബീഫ് കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാടൻ ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ത്യൻ ബീഫാണ് വാങ്ങിച്ചത്. ഇന്ത്യൻ ബീഫ് വാങ്ങിച്ച് കട്ട് ചെയ്തെന്ന് വെച്ചാൽ വളരെ നൈസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കാം, അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കാം. ഇവിടെ ഇപ്പോൾ ജാൻ്റെ അഭിപ്രായത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാലാണ് അതിലോട്ടൊക്കെ മസാലയൊക്കെ കൂടുതൽ നന്നായിട്ട് പിടിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ താല്പര്യം അനുസരിച്ച് കഷ്ണങ്ങളുടെ വലിപ്പമൊക്കെ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്താ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ നന്നായി ആദ്യം തന്നെ വാഷ് ചെയ്തു. അതിനുശേഷം കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം കുറച്ച് വിനീഗറിൽ ഇട്ട് വെച്ചു, സോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ വിനീഗറിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉളുമ്പുമണം ഉണ്ടല്ലോ, ഒരു ബാഡായിട്ടുള്ള സ്മെല്ല് മാറാനും, പിന്നെ മാത്രമല്ല വൃത്തിയായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാനൊക്കെ വിനീഗർ സഹായിക്കും. അപ്പോൾ വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായി അങ്ങ് പല പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങളാണിത് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ബീഫ് കറി വയ്ക്കുമ്പോൾ എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ബീഫിലോട്ട് നമുക്ക് മസാലയൊക്കെ ആദ്യം ഒന്ന് പുരട്ടി വെക്കണം. മിനിമം 20 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതേസമയം നിങ്ങളുടെ അടുത്ത് സമയമില്ല, നിങ്ങൾക്കിപ്പോൾ തിരക്കാണെന്നുണ്ടെങ്കിൽ അധികം സമയം വെക്കൊന്നും വേണ്ട, ഒരു 5 മിനിറ്റെങ്കിലും മിനിമം വെക്കുക. അതിനുശേഷം കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണിത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ആദ്യം തന്നെ കുറച്ച് പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. സാധാരണ നമ്മുടെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണിന് പകരമായിട്ട് 1.25 ടീസ്പൂണൊക്കെ നല്ല മുളക് പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയുടെ അളവ് ഒരു 1/4 ടീസ്പൂണോളം മതി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ പിന്നെ തീരുമാനിക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 5 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നുമില്ല ചെറിയുള്ളി വേണമെന്നുള്ള കാര്യം. ഇട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഈ മസാലയും ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം കൂടിയിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ഞരടി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഒരു കാര്യം ഞാൻ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്, വിനീഗർ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാലയും എല്ലാതും എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് നേരം ഇത് അടച്ച് വെക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, അതേസമയം പുറത്ത് വെച്ചാലും പ്രശ്നമില്ല. 20 മിനിറ്റിന് ശേഷം നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സമയമില്ല, തിരക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതങ്ങ് കുക്കറിലിട്ട് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും 20 മിനിറ്റെങ്കിലും മിനിമം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ കഷ്ണങ്ങളിലോട്ടൊക്കെ കുറച്ചും കൂടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടും. ഓക്കെ, അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബീഫ് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഞാൻ ഇതിൽ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല. ഈ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ കുക്കാവുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് മസാലയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കത് അടച്ച് വെക്കാം. എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല ടെൻഡർ ആയിട്ടുള്ള നല്ല ഇളയ ടൈപ്പ് ബീഫാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതേസമയം ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 10 വിസിലൊക്കെ വേണ്ടി വരും. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബീഫിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വേണം ഇത് വിസിൽ എത്ര വേണമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഞാനിവിടെ 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിടും. കുക്കായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബീഫിനനുസരിച്ച് വേണം കുക്കിംഗ് ടൈം തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് വിസിലിൻ്റെ നമ്പർ കൂട്ടി കൊടുത്താൽ മതി. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലത്തെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ആ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് കുക്കായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 3 വിസിൽ വന്നപ്പോൾ തന്നെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 3 വിസിലൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം കുക്കായിട്ടില്ലെങ്കിൽ അടച്ച് വെച്ചിട്ട് വീണ്ടും നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് കൂടുതൽ വിസിൽ വെക്കുക കേട്ടോ. അതേസമയം ഇപ്പോൾ കുക്കറൊന്നും ഇല്ലാത്ത ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കട്ടിയുള്ള പാത്രത്തിൽ ബീഫ് ഇട്ടിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് അടച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ബീഫ് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും പക്ഷേ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി മെത്തേഡ്. പക്ഷേ പ്രഷർ കുക്കറിൽ ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള സവാളയൊക്കെ നമുക്കൊന്ന് വഴറ്റണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ കടായി. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 8 വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലെ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണം എടുക്കണം. ഞാനിവിടെ വലിയ സൈസ് നമ്മുടെ ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ട് 8 എണ്ണം എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ചതച്ച് വരുമ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ കൂടുതലുണ്ടാവും. ജസ്റ്റ് ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്നും വഴറ്റുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 സവാളയാണ്. 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ 3 പച്ചമുളക് നെടുകെ കീറിയത്. പിന്നെ ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി 2ആയി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നിർബന്ധമൊന്നുമില്ല, ഞാൻ പറയാറില്ലേ, ചെറിയുള്ളി ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇട്ടതിന് ശേഷം നമുക്കതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഈ സവാളയിലേക്ക് ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഗോൾഡൻ കളർ ആവണമെന്ന് നിർബന്ധമാണ്, വാടിയാൽ മാത്രം പോരാ. അപ്പോൾ ഇത് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. താഴെ പിടിക്കാൻ പാടില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പം നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കാം, സിമ്മിലോട്ട് മാറ്റാം, അതായത് ചെറിയ തീയിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സവാള 2 എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു സവാള ഇട്ടാലും മതി. കാരണം ഞാൻ സവാള 2 എണ്ണം ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൊഴുപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിക്ക്. ചിലപ്പോൾ ചിലവർക്ക് അധികം കൊഴുപ്പുള്ള കറി ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഒരു സവാള ഇട്ട് കൊടുത്താലും മതിയാവും. ഓക്കെ, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി. ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ച് തന്നെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പൊടിയുടെ കൂട്ടത്തിൽ കൂടെ മല്ലിപ്പൊടി ഞാൻ ഉപയോഗിക്കില്ല. ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് മല്ലിപ്പൊടി വേണ്ട. പിന്നെ കുരുമുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആവാം. ചിലവർക്ക് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയിട്ടോ അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ചില മനസ്സിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, ചില ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ലെങ്കിൽ കറി ശരിയാവില്ല എന്നുള്ള ധാരണയുള്ള കുറേ പേര് എനിക്കറിയാം. അതുപോലെ തന്നെ ഗരം മസാലയുടെ അളവ്, ഞാൻ വളരെ കുറച്ച് ഗരം മസാല ഉപയോഗിക്കുന്ന ഒരാളാണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഗരം മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ വരെ ആവാം, അത് ഡിപ്പെൻസ്. അപ്പോൾ ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം, അതായത് ആ പച്ച ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക.
ഒരു 2 മിനിറ്റോളം ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം വഴറ്റി കൊടുക്കുക. പച്ചമണത്തോടു കൂടി നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുത്ത് മുന്നോട്ട് നിൽക്കും. ചില കറിയൊക്കെ കഴിക്കുമ്പോൾ മസാലയുടെ കുത്തായിരിക്കും നമ്മുടെ മൂക്കിലോട്ട് ആദ്യം അടിക്കുക. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് നന്നായി മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ ബീഫ് കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമില്ലല്ലോ, ഉപ്പ് എപ്പോൾ വേണമെങ്കിലും നോക്കാം. ഇപ്പോൾ ബീഫൊക്കെ കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സവാള വഴറ്റി മസാല ഇട്ടതിന് ശേഷം ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പൊക്കെ തോന്നിയിരുന്നു. പിന്നെ നമ്മൾ ബീഫിൽ എന്തായാലും ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ ഉപ്പ് കറക്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജാൻ വരുമ്പോൾ ചോദിച്ചിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. പക്ഷെ എന്തായാലും കൂടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ചിലർക്ക് ബീഫ് കറി എന്ന് പറയുമ്പോൾ നല്ല ലൂസായിട്ടുള്ള ബീഫ് കറി ആയിരിക്കും ഇഷ്ടം. അതേസമയം ചില ആൾക്കാർക്ക് നല്ല മീഡിയം ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ചൂടുവെള്ളം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് കിടന്ന് തിളക്കട്ടെ. നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ എരിവൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ അടുപ്പത്ത് ഒരു പാനിൽ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാണ്ട് റോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ, എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും മുളക് പൊടി ഇതിലേക്ക് ഇടാൻ പാടില്ല. അപ്പോൾ ആ ഒരു പച്ച കുത്ത് നമ്മുടെ കറിക്ക് ഉണ്ടാകും. അതെപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പറ്റിയ പോലെ തോന്നി, അതുകൊണ്ട് ഒഴിച്ചു. പിന്നെ മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ സവാള നന്നായിട്ട് നമ്മൾ മാക്സിമം മാഷ് ചെയ്ത് കൊടുക്കണം. സവാള ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ കാണാൻ പാടില്ല. അപ്പോൾ ഒരു ഗ്ലാസും വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആവുന്നവരെ തിളപ്പിക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ പുറത്തേക്ക് തെളിഞ്ഞ് വരും. ആ സമയത്താണ് ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് ഗ്രേവി ഒന്നും അധികം കഴിക്കില്ല. കുറച്ച് തിക്കായിട്ടുള്ള ഇതാണ് ഇഷ്ടം. വെറുതെ കറി മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം നന്നായി തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ തണുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കറി എത്ര ലൂസായിരുന്നു അതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ അത് എപ്പോഴും ചിന്തിക്കണം. 5 മിനിറ്റ് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടു, ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട്. അപ്പോൾ അത് എണ്ണയൊക്കെ നന്നായിട്ട് മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 5 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരും. ആ സമയത്ത് അങ്ങ് ഓഫ് ചെയ്യുക. അവസാനമായിട്ട് ഞാനിതിലേക്ക് 2 പച്ചമുളക് മുറിച്ചിടുകയാണ്. കുറച്ച് കറിവേപ്പില തൂയി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. ഈ ബീഫ് കറിയൊക്കെ രാവിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കിനും അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ പൊറോട്ടയുടെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ജാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ ഇന്നലെ ജാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ഇതാ ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ടേസ്റ്റിംഗ് വീഡിയോൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞങ്ങളുടെ വീക്കെൻഡിൻ്റെ അടുത്ത വീക്കെൻഡ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പുതിയ പണി കിട്ടി. ഒരു പുതിയ ഡൈനിങ് ടേബിൾ വാങ്ങിച്ചു, വൈറ്റ് കളർ. ഇപ്പം ഞങ്ങളിലുള്ള ഡൈനിങ് ടേബിൾ കുറേ നാളുകളായി വിചാരിക്കുന്നു അത് മാറ്റി വേറൊരു ഡൈനിങ് ടേബിൾ വാങ്ങിക്കാൻ. അപ്പോൾ ഫുൾ വൈറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. കെട്ടിയോൻ അല്ലേ? കെട്ടിയോനെ ഞാൻ പറഞ്ഞേ ഐക്യയുടെ ഒരു ഗുണമാണല്ലേ എല്ലാം. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ റെഡി ആക്കിയതിന് ശേഷം ഫൈനൽ പ്രോഡക്റ്റ് കാണിക്കാം കേട്ടോ. അടച്ചു വെക്കാലോ. ഈ സാധനം ഇങ്ങോട്ട് ലോക്കായി അപ്പുറത്തേക്ക്. അത് നമുക്ക് ഇതിപ്പോ നമ്മൾ ചെറുതാക്കിയാത്തു. ഞാൻ ആവശ്യമുള്ള സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തോ, വെച്ചു. ലോക്ക് ചെയ്യണ എങ്ങനെയാ? ഉള്ളിലൊരു ഇതുണ്ട് അല്ലേ. ഇപ്പൊ ടേബിൾ എക്സ്റ്റെൻഡ് ആയി. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം, ആവശ്യമില്ലാത്ത സമയത്ത് അതങ്ങ് മടക്കി ഉള്ളിലോട്ട് വെക്കാം. അത്രേ ഉള്ളൂ പരിപാടി.
താങ്ക് യു.